വെസ്റ്റ് ഇൻഡീസിന്റെ സൂപ്പർ 8 മത്സരം ഇന്നാണ് ആരംഭിച്ചത്. അതും സിംബാബ്വെ ആയിട്ട് തകർന്നാടിയിട്ടുണ്ട് കേട്ടോ. ഒരു താണ്ഡവം തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. ടോപ്പ് ഓർഡർ ഫെയിൽ ആയാലും അവിടെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാൻസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഹെഡ്മെയർ, റുദർഫോർഡ്, പവല്, പിന്നെ ഷെപ്പേർഡ്, ഇവരെല്ലാം ഡീൽ ചെയ്ത് വെച്ചേക്കുന്നത് 6-ലാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം അവർ അമ്മാതിരി ഡേഞ്ചറസ് ടീംസാണ് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവരുടെ കുറച്ച് ടൂറുകൾ നമ്മളെടുത്ത് നോക്കിയാൽ ന്യൂസിലൻഡിനെതിരെയുള്ള സീരീസ് ആയാലും ഇവരുടെ 2-3 സീരീസ് ഇവർ ഫെയിലേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മാച്ച് കണ്ടാൽ അറിയാം. 2020 ഇവർ എല്ലാം തോറ്റു, ഇവർ വൺ ഡേയും തോറ്റു, എല്ലാം തോറ്റു. പക്ഷേ ഇവർക്ക് ഒരു ICC ഇവന്റ്സ് വരുമ്പോൾ ഇവരുടെ ഒരു എനർജിയും ചീറപ്പും ഉണ്ടല്ലോ, അത് അമ്മാതിരി ചീറപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. എന്തായാലും അവര് കപ്പം കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അവരുടെ ആ ഒരു എനർജിയും പവറും ഇന്ന് എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഗ്രൂപ്പിലുള്ള ഇന്ത്യക്ക് പണി നല്ല പണി അവർ കൊടുത്തിട്ടുള്ള കാര്യം നല്ല ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിഡന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർ സെമീസ് ഉണ്ടാവും. സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും സെമീസിൽ ഉണ്ടാവും എന്നുള്ള ഒരു കൺഫർമേഷനാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. എന്തായാലും മേ ദ ബെസ്റ്റ് ടീം വിൻസ്. അത്രയാണല്ലോ. നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരും കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നവരും ആയിരിക്കുമല്ലോ മുന്നോട്ട് പോകുന്നത്. അല്ലാത്തവരെല്ലാം വീണ് പോവുക തന്നെ ചെയ്യും. എന്തായാലും അടിപൊളി ട്രീറ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സിംബാബ്വെ എന്താണെന്ന് അറിയാം. എന്തായാലും വെസ്റ്റ് ഇൻഡീസ് ജയിക്കുന്ന ഒരു ഉറപ്പാണ്. ബൈ.